ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്കെച്ച് ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരു വെക്ടർ ആർട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഞാനൊരു പുതിയൊരു ടൂൾ യൂസ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ സ്കെച്ച് ബുക്കിൽ ഞാൻ വെക്ടർ ആർട്ട് ഇതുവരെ അധികം ചെയ്തിട്ടില്ല. മെയിനായിട്ട് നമ്മൾ കളർ ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ്, ബ്ലെൻഡ് ചെയ്തൊക്കെയാണ് സ്കെച്ച് ബുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ക്രിയേറ്റീവായിട്ടൊക്കെയുള്ള ആർട്ടുകളാണ് കൂടുതലായിട്ട് ചെയ്ത് നോക്കാറ്. ഇത്തവണ നമ്മൾ ഒരു ട്രേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അതും വെക്ടർ ആർട്ട് ചെയ്ത് നോക്കുകയാണ്. അതുപോലെ ഈ ഒരു ടൂളും എനിക്ക് അത്രത്തോളം പരിചിതമല്ല, എന്നാലും കട്ടൗട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ടൂളാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു വെക്ടർ ആർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കാം. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഇനി അടുത്തതായി സ്കെച്ച് ബുക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സ്കെച്ച് ബുക്കിൽ ആഡ് ചെയ്യാനുള്ള ഒരു സൈസ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൈസ് സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇൻഫിനിറ്റി ഡിസൈൻ ചൂസ് ചെയ്യാണ്. നേരെ ഇൻഫിനിറ്റി ഡിസൈനിലേക്ക് വരിക. ഇൻഫിനിറ്റി ഡിസൈനിൽ ന്യൂ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വിഡ്ത്തും ഹൈറ്റും 1080x1350. ഇത് ഞാൻ പോർട്രേറ്റ് സൈസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നേരെ എക്സ്പോർട്ട് അടിക്കുക, ഇമേജ് ആയിട്ട് കൊടുക്കുക, JPG ആയിട്ട് കൊടുക്കുക. ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു ഇൻഫിനിറ്റി ഡിസൈൻ്റെ സൈസ് ചില സ്കെച്ച് ബുക്കുകളിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അതിനു വേണ്ടി ഈ ഒരു സൈസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കണം. അത് ഞാൻ ഇൻഷോട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇൻഷോട്ട് എന്ന ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഗാലറി വഴിയോ നമ്മൾ നേരത്തെ എക്സ്പോർട്ട് അടിച്ച് സേവ് ചെയ്ത ആ ഒരു ചിത്രം ഇൻഷോട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുക. ഞാനിതിപ്പം ഗാലറിയിൽ നിന്ന് ഇൻഷോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് സേവ് അടിക്കുക. ഇനി നേരെ സ്കെച്ച് ബുക്കിലേക്ക് പോകാം. സ്കെച്ച് ബുക്ക് ഓപ്പൺ ചെയ്ത് നേരത്തെ ഇൻഷോട്ടിൽ സേവ് ചെയ്ത് വെച്ച ആ ഒരു ചിത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം, മേലെ കാണുന്ന ആ ഒരു ക്യാമറ ഐക്കണിൽ പ്രസ് ചെയ്തിട്ട് വരക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക. സ്കെച്ച് ബുക്കിൽ നിന്ന് വെക്ടർ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 മെത്തേഡ് ഉണ്ട്. നമ്മളിതിൽ ഈ ഒരു ടൂള് അല്ലെങ്കിൽ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഈ വരക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രഷ് അല്ലെങ്കിൽ ടൂള് ഇത് നമുക്ക് പരിചയപ്പെടാം. അതുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സെലക്ഷൻ ടൂളിൽ ലാസോ എന്ന ടൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഷേപ്പാണ് വരയ്ക്കേണ്ടത് അത് ജസ്റ്റ് വരയ്ക്കുക, അല്ലെങ്കിൽ എന്തിൻ്റെ മേലെ കൂടെയാണ് വരയ്ക്കേണ്ടത് അതുപോലെ വരയ്ക്കുക. എന്നിട്ട് ആ എന്ന കളർ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ബക്കറ്റ് സെലക്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഏതൊക്കെയാണോ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്തിട്ട് കളർ ഫില്ല് ചെയ്യേണ്ടത് അതൊക്കെ സെലക്ഷൻ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെലക്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡിലായിട്ടൊരു റിമൂവിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ടൂള് അല്ലെങ്കിൽ ബ്രഷ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ വരക്കാമെന്നുള്ളത് നോക്കാം. സ്കെച്ച് ബുക്കിൽ ആഡ് ചെയ്ത ഫോട്ടോയുടെ മേലായിട്ട് ഒരു പുതിയ ലെയർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈനാണ് ആദ്യം തന്നെ ഇടുന്നത്. അപ്പോൾ അതിനായിട്ട് ഔട്ട്ലൈൻ്റെ കളർ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ ടൂള് സെലക്ട് ചെയ്യുക, ലാസോ ടൂള് സെലക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ നേരത്തെ കാണിച്ച ആ സെയിം മെത്തേഡിൽ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി സെലക്ഷൻ ചെയ്തതിലേക്ക് കളർ ഫില്ല് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. മേലെ കാണുന്ന ബക്കറ്റ് സെലക്ട് ചെയ്യുക, അതിൽ ഫില്ല് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ സെലക്ഷനുള്ളിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കളർ ഫില്ലാവും. ഇതേപോലെ തന്നെ എല്ലാത്തിലും, ഇപ്പോൾ ഫേസിലായാലും ലിപ്പിലായാലും ഐയിലായാലും ഇതിലൊക്കെ നമ്മൾ ഒരു പുതിയ ലെയർ എടുത്ത് വെച്ചിട്ട് അതിലായിരിക്കണം നമ്മൾ ഈ ഒരു സെലക്ഷൻ കൊണ്ട് വരക്കുക. എന്നിട്ട് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഇനി നേരെ പോകുന്നത് ഫേസിലേക്കാണ്. ഫേസിലെ ബേസ് കളറാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യം ഷെയ്ഡ് കൊടുത്തതിന് ശേഷം ബേസ് കളർ നൽകിയാലും മതി. ഞാൻ ആദ്യം തന്നെ ബേസ് കളർ ഫില്ല് ചെയ്തിട്ടാണ് ഷെയ്ഡിങ്ങിലേക്ക് കിടക്കുന്നത്. ഇനി ബേസ് കളർ നൽകിയ ശേഷം ഇനി ഷെയ്ഡിങ്ങിലേക്ക് എടുക്കുകയാണ്. എത്ര ഷെയ്ഡിങ് ഉണ്ടോ അത്രയും ഷെയ്ഡിങ്ങിന് ഓരോരോ ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ ഫസ്റ്റ് ഡാർക്ക് ഷെയ്ഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഈ ലാസോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റി ഡിസൈനിലൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതുപോലെ 5 ഷെയ്ഡ്സും ചെയ്തെടുക്കുക. അങ്ങനെ ഫേസിൻ്റെ ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഡ്രസ്സിലേക്കുള്ള ഷെയ്ഡിങ് ആണ്. ഡ്രസ്സിലേക്കുള്ള ഷെയ്ഡിങ് ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പം ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു പുതിയ ലെയർ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളറും സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ലാസോ ടൂൾ സെലക്ട് ചെയ്തിട്ട്
ഫസ്റ്റ് ഷെയ്ഡ് നൽകുകയാണ്. ഈ ഒരു ഫസ്റ്റ് ഷെയ്ഡ് നൽകിയ ശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലെയറിലാണ്. ലെയറിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒപ്പാസിറ്റി അല്ലെങ്കിൽ എത്രത്തോളം ഷാഡോ അല്ലെങ്കിൽ ഡാർക്ക്നെസ് വരണം എന്നുള്ളത് നോക്കിയിട്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഓരോരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡ്സ് കൊടുത്തിട്ട് ലെയറിൽ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഷെയ്ഡിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഡ്രസ്സിലേക്കുള്ള കളർ നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ഏരിയാസിലൊക്കെ കളർ വേണമെന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ഏരിയ സെലക്ട് ചെയ്യുക, അതിൽ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫേസിൽ ഈ ഒരു ബിയേർഡിൻ്റെ ലൈൻസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടൻ പെന്ന് സെലക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്നും വരില്ല, പക്ഷേ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.